സത്യം പറഞ്ഞാല് ഈ വീഡിയോ കാണുമ്പോണ്ടല്ലോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. ഒരു 4 വട്ടമെങ്കിലും ഞാൻ ഇന്നലെ ഇന്ത്യ ഓസ്ട്രേലിയ സൂപ്പർ 8 മാച്ച് ഞാൻ കണ്ടു. കാരണം ഓസ്ട്രേലിയനെ രോഹിത് ശർമ്മ പട്ടിനെ പോലെ തല്ലുന്നത് ഞാൻ റിവൈൻഡ് ചെയ്ത് ഞാൻ യൂട്യൂബിൽ കണ്ടു. കാരണം അത് കാണാൻ ഭയങ്കര രസമായിരുന്നു. പ്രത്യേകിച്ച് ഓസ്ട്രേലിയനെ പോലൊരു ടീമിനെ അടിക്കുമ്പോണ്ടല്ലേ, അതൊരു ഭയങ്കര സ്പിരിറ്റാണ് കാണാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് 2003 വേൾഡ് കപ്പ് കണ്ടവർക്കും ആ ഒരു ഇത് മറക്കാൻ കഴിയില്ല. ആ ഒരു ഇൻസിഡൻസ് 364 എന്തോ അടിച്ചിട്ടുണ്ട്. അന്ന് പോണ്ടിങ് 165 റണ്ണെന്തോ അടിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് ടോസ് കിട്ടി സൗരവ് ഗാംഗുലിക്ക്. അന്ന് നമ്മളെല്ലാവരും വിചാരിച്ച് ഗാംഗുലി ബാറ്റിംഗ് എടുക്കുന്നു. കാരണം അന്ന് ബാറ്റിംഗ് എടുത്താൽ മതിയായിരുന്നു എന്ന് ഇപ്പോഴും നമുക്ക് തോന്നുന്നുണ്ട്. കാരണം അന്ന് കളി കണ്ട ലൈവ് കണ്ട എല്ലാവർക്കും ഇപ്പോഴും തോന്നുന്നത് അന്ന് നമ്മൾ ഒരു ബാറ്റിംഗ് എടുത്തിരുന്നെങ്കിൽ നമ്മൾ ജയിക്കുമെന്നാണ്. കാരണം അന്ന് ഗാംഗുലി തിരഞ്ഞെടുത്തത് ഫീൽഡിംഗ് ആയിരുന്നു. അത് തന്നെ ഏറ്റവും വലിയ പാളിച്ചായിരുന്നു. സഹീർ ഖാന്റെ ഫസ്റ്റ് ഓവറിൽ തന്നെ 14 റണ്ണെന്തോ പോയിക്കുന്നത്. എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും, വൈഡ് നോ ബോളൊക്കെ ആയിട്ട് പോയിക്കുന്നത്. അതല്ല പറഞ്ഞു വരുന്നത്. ഇത്തവണത്തെ വേൾഡ് കപ്പില് സൂപ്പർ 8 കടന്നപ്പോഴേ ഈ ഓസ്ട്രേലിയൻ ബൗളർ കഴിഞ്ഞ 2023 വേൾഡ് കപ്പ് ഓസ്ട്രേലിയക്ക് എടുത്തു കൊടുത്ത പാറ്റ് കംസിനോട് ഒരു കമന്റേറ്റർ ചോദിച്ചു, നിങ്ങൾ ആരെയാണ് സെമി ഫൈനലിൽ എക്സ്പെക്ട് ചെയ്യുന്നത്, ഏത് ടീമിനേക്കാണ്? അപ്പോഴേ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങളുണ്ടാവും, പക്ഷേ ബാക്കി നിങ്ങൾ തീരുമാനിച്ചോളി എന്നാണ് പറഞ്ഞത്. അതായത് അവരുണ്ടാവും, ബാക്കി നമ്മൾ തീരുമാനിച്ചോളാം. അപ്പൊ ഓവർ കോൺഫിഡൻസ്. അതേപോലെ തന്നെ മിച്ചൽ മാഷിനോട്, ഓസ്ട്രേലിയൻ മിഡിൽ ഓവർ ബാറ്റ്സ്മാൻ മിച്ചൽ മാഷിനോട് ചോദിച്ചു, ഈ T20 പരമ്പരയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് തോപ്പിക്കാൻ പറ്റുന്ന ടീം ഏതാണ്, സെമിയിലോ അല്ലെങ്കിൽ സൂപ്പർ 8ലോ? അപ്പോഴാണ് പറഞ്ഞത് ഇന്ത്യ അല്ലേ, ഇന്ത്യനെക്കാട്ടി വേറെ ഈസി ആയിട്ട് തോപ്പിക്കാൻ പറ്റുന്ന ടീമില്ല. അവന്റെ കണ്ണാക്കിൽ അടിച്ചു കൊടുത്ത് രോഹിത് ശർമ്മ. സത്യം പറഞ്ഞാൽ അന്ന് രോഹിത് അടിക്കുന്ന ഓരോ അടിയും ഓരോ ഇന്ത്യക്കാരന്റെ നെഞ്ചിന്ന് ഇങ്ങനെ പടക്കം പൊട്ടി. സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ ഷോപ്പിൽ നിന്ന് കളിയുണ്ട്, ഇതേ സീറ്റിൽ എന്റെ കൂടെ ജോലി ചെയ്യുന്ന പാകിസ്ഥാനി ഇരിപ്പുണ്ടായിരുന്നു. രോഹിത് ശർമ്മ ഓരോ 6ഉം 4ഉം അടിക്കുമ്പോൾ ഞാനിങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പൊ അവൻ എന്നോട് ചോദിച്ചു, എത്തും പാകല്? ഞാൻ പറഞ്ഞു, ഈ ഓസ്ട്രേലിയ അടിക്കുമ്പോണ്ടല്ലോ നമുക്ക് പാകലാണ്. ഓസ്ട്രേലിയ പാകിസ്ഥാൻ നമ്മളെ ഇന്ത്യൻ പ്ലെയർ അടിക്കുമ്പോൾ നമുക്ക് ഒരുമാതിരി ഭ്രാന്താണെന്ന് പറഞ്ഞു. അപ്പൊ അവന്റെ മുമ്പിൽ അത് കാണിക്കാൻ വേണ്ടിയിട്ട്, ആ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ടും, പക്ഷെ എന്റെ ഫ്രസ്ട്രേഷൻ ആണത്. കാരണം ഓസ്ട്രേലിയ എന്ന് പറയുന്ന ടീമിനെ നമ്മുടെ ഇന്ത്യയുടെ ഏതൊരു ബാറ്റ്സ്മാനെ അടിച്ച് തോപ്പിക്കുമ്പോണ്ടല്ലോ വല്ലാത്തൊരു സന്തോഷമാണ്. ഓമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ ലോകോത്തര നല്ല ടീമാണ്, അടിപൊളി ടീമാണ്, ഒന്നും അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. പക്ഷേ ഇത്തവണ അവന്മാർ ഈ വേൾഡ് കപ്പ് നിന്ന് പുറത്തായെന്ന് പറയും, അവന്മാരുടെ അഹങ്കാരം കൊണ്ടാണ്. എന്താ പറഞ്ഞത്, ഞങ്ങളുണ്ടാവും, ബാക്കി ആരെന്ന് തീരുമാനിച്ചു. കുഞ്ഞമ്മയുടെ മാപ്പിളയുണ്ട്, ഇപ്പൊ ഓസ്ട്രേലിയയിൽ ഇരുന്ന് കളിയാണ്. അയ്യോ അയ്യോ പോയേ. സത്യം പറഞ്ഞ മനസ്സിൽ ഭയങ്കര സന്തോഷമായ കളിയാണ് അത്. ഇനി എത്ര കാലം കഴിഞ്ഞാലും ഏതൊരു തലമുറ എടുത്തു വെച്ച് നോക്കും രോഹിത് ശർമ്മയുടെ ആ ഷോട്ട്, ഒരു രക്ഷയില്ല. അന്ന് രോഹിത്തിന്റെ ആ കളി നമ്മുടെ ബൗളർമാര് ഫീൽഡർമാര് തകർത്ത് കളഞ്ഞു ഓസ്ട്രേലിയനെ, പോളി. അപ്പൊ ഇന്ന് ആര് ജയിക്കും? ഇംഗ്ലണ്ട് നമ്മളുമാണ് സെമി കളിക്കുന്നത്. അതേപോലെ സൗത്ത് ആഫ്രിക്കയും അഫ്ഗാനുമാണ് സെമി കളിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല, പക്ഷെ പറയുകയാണെങ്കിൽ ഇന്ത്യ അഫ്ഗാൻ ഫൈനൽ വരണമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും. കാരണം നമ്മളെല്ലാവരും വേറെ കാത്തിരിക്കുന്ന ഒരു വേൾഡ് കപ്പ് തന്നെയാണ്. 2023 വേൾഡ് കപ്പ് പോയപ്പോൾ തന്നെ വല്ലാത്തൊരു സങ്കടമായിരുന്നു. അപ്പൊ എന്തായാലും 2024 T20 വേൾഡ് കപ്പ് നമുക്ക് ആവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അല്ലേ? എല്ലാവരും പ്രാർത്ഥിച്ചോളി.